എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ ബീറ്ററും ഒന്നും ഇല്ലാത്ത വളരെ പഞ്ഞി പോലുള്ള കേക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഏത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം ചേരുവകളൊന്നുമില്ല, വെറും 4 ചേരുവകളാണ്, ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല സ്പോഞ്ച് പോലെയാണ് ഉള്ളത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് വേണ്ടത്. അതിൽ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കണം. വെള്ളയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഇലക്ട്രിക് ബീറ്ററും എടുക്കാവുന്നതാണ്. പക്ഷേ മിക്സി വെച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലൊരു വിസ്ക്കാണ്. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടിത്തവി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, ഇതൊരു 100 ഗ്രാം പഞ്ചസാര ഉണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് കറക്റ്റ് ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ മുട്ട എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ. വെള്ളമയം ഒന്നും കാണരുത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് പഴക്കം ചെന്ന മുട്ടയും ഇതുപോലെ ബീറ്റായി വരില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതും ഈ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതുപോലെ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു വിസ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ സ്പാറ്റിലോ ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ഫോൾഡ് ചെയ്യുക. അത്ര പെട്ടെന്നൊന്നും ഈ ഒരു ബാറ്ററിൻ്റെ ഫ്ലഫിനെസ് പോവില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൂടി ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ലെമണിൻ്റെ സെസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമണിൻ്റെ തൊലി എടുക്കുമ്പോൾ വെള്ള ഭാഗം വരാതെ എടുക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറുനാരങ്ങ അല്ല ഇത്, അത് ലൈമാണ്, ഇത് ലെമണാണ്. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം വരും. ഈ ഒരു കേക്ക് മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടിച്ചിട്ട് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് വരും. അപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ പൊടി നമ്മൾ 3 തവണകളായിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാറ്റർ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിപ്പുണ്ട്, അത് താന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെറും 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെണ്ണ ഉരുക്കിയതോ, അതായത് ബട്ടർ ഉരുക്കിയതോ നെയ്യ് ഉരുക്കിയതോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെറും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഓയിൽ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് നിങ്ങൾ സോസ് പാനിലോ കുക്കറിലോ ആണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഓവൻ ആണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ 150 ഡിഗ്രിയിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സ്ക്വയർ ടിന്നാണ്. ഇതൊരു അലുമിനിയത്തിൻ്റെ ടിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയ ടിന്നാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിന്നിൽ കുറച്ച് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ഒരു കേക്കിൽ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. അപ്പോഴാണ് ആ കേക്ക് നന്നായിട്ട് വരിക. ഒരുപാട് ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കളയരുത്. ഈ ഒരു കേക്കിന് ഇപ്പോൾ നല്ലൊരു ലെമൺ ഫ്ലേവറുള്ളൊരു കേക്കാണ്, ലെമൺ സെസ്റ്റ് ചേർത്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫ്ലേവർ ചേർക്കുന്നോ ആ ഒരു ഫ്ലേവറിൽ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും.
അപ്പോൾ നമ്മളിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 150 ഡിഗ്രിയിൽ ഇത് 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുക. 30 മിനിറ്റ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 170 ഡിഗ്രി ആക്കിയതിന് ശേഷം 3 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 33 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് തണുത്തിട്ട് തന്നെയാണ് ഈ കേക്ക് ഉള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തില്ല എന്ന് പറയുകയില്ല. നല്ല സോഫ്റ്റാണ്. ഇത് ഏത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കെമിക്കൽസ് ഒന്നുമില്ല, ബേക്കിംഗ് പൗഡർ ഇല്ല. ഇത് വീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിന് മുൻപ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇല്ലാതെ ഒരുപാട് കേക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്